എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റൈസിന എന്നാണ്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ ദൂരെയുള്ളൊരു കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ വന്ന സമയത്ത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കാരണം 11 വർഷം മുൻപ്, അതായത് 10 വർഷം മുൻപ് എന്ന് പറയാം, ഇതേ ഹാളിൽ ഇതേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇതേ ടീമിൻ്റെ കൂടെ സാർ ഉണ്ടായിരുന്നു. നിഷ സാറുണ്ട്, നമ്മളെ ജിയോ സാറ്, അതുപോലെ GM നമ്മളെ അനിൽ സാറും ഒക്കെ ഉള്ളൊരു ടീമിൻ്റെ കൂടെ നിങ്ങളെപ്പോലെ ആ സൈഡിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആ സീറ്റ് പോലും ഓർമ്മയുണ്ട്. ഞാൻ ഈ ഹാള് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ജിയോ സാറ് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടോ ഹാള് എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു ഇരുട്ട് മൂടിയൊരു സ്ഥലമാണ്, ഈ ഒരു ഹാള് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബാർ അറ്റാച്ച്ഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും ഓർമ്മയാണ്. കാരണം ഇങ്ങനെ ഒരു ഹാളിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇത്രയും ക്രൗഡുള്ള ഒരു സ്ഥലത്തു നിന്ന് ഞാൻ വന്ന് സെയിൽസ് ഓഫീസേഴ്സ് ആ ഒരു തസ്തികയിലേക്കാണ് എനിക്ക് പോസ്റ്റ് കിട്ടിയത്. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ അന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരാരും ജോയിൻ ചെയ്തില്ല. അവരൊക്കെ എന്താക്കി, അത് ഇട്ടെറിഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിന്നു. ഒരു 6 മന്ത് കഴിഞ്ഞ സമയത്ത് ഷോപ്പിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടി. ഞാൻ റിസപ്ഷനിലേക്ക് കയറി. റിസപ്ഷനിൽ എനിക്ക് ടെലികോളിംഗ് കൂടെ തന്നു, അതും ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിയുന്ന സമയത്താണ് ഇതേ ടീമിനോട് പറയുന്നത്, ഇത്രയും മെമ്പേഴ്സ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സെയിൽസ് ഓഫീസർ എന്നുള്ള തസ്തികയിൽ. ഇത്രയും ആൾക്കാരെ കെയർ ചെയ്യാൻ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഞാൻ ആ ഒരു പോസ്റ്റും ഏറ്റെടുത്തു. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലുള്ള 300ഓളം മെമ്പേഴ്സിനെ കെയർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് പെർ മന്ത് ഞാൻ സാലറി ഈ ഡ്യൂട്ടിയുടെ കൂടെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറയാം, ഒരു ചെറിയൊരു അനുഭവം കൂടി പറയാം. ജിയോ സാർ എപ്പോഴും പറയും, ഈ ഒരു ഹാളിൽ നിന്ന് കരഞ്ഞു പോയ ഒരാൾ ഞാനായിരിക്കും. അന്ന് ജീവന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അനിൽ സാർ, എനിക്ക് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ നമ്മുടെ നേരത്തെ? സാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരു വാടക വീട്ടിലായിരുന്നു ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ കുറേ ആൾക്കാരല്ലേ, എന്തെങ്കിലും കിട്ടണം എന്നുണ്ടാവില്ലേ? അതുപോലെ ഇവിടുന്ന് ആ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ കുറേ ഇമോഷണൽ ആവും. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞിറങ്ങിപ്പോയൊരു ആളാണ്. ഇപ്പോഴും ചിലപ്പോൾ എന്നെ ഓർക്കുന്നത് ആ ഒരു മൈൻഡോടെ ആയിരിക്കും ഇവരൊക്കെ. അങ്ങനെയുള്ള ഒരാളായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയതായിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇല്ലേ, ഞാൻ ഇപ്പോഴും പറയാം, കറുപ്പ് ഡ്രസ്സായിരുന്നു ഞാനും ഇട്ടത്, അനിൽ സാർ ഇട്ടതും ഒരു കറുപ്പ് ഷർട്ടായിരുന്നു. അത്രയ്ക്കും മെമ്മറി എനിക്ക് ഒരു കാര്യത്തിനോടുണ്ട്. പിന്നെ അതോടൊപ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു മുന്നേറ്റം കൂടി എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞിറങ്ങിപ്പോണ ഒരാൾ 2023 മിസ്സിസ് കേരളയിൽ ഫസ്റ്റ് റണ്ണറപ്പാണ്. ഇന്ന് 2025 മിസ്സിസ് കേരള ഞാൻ ഫസ്റ്റ് റണ്ണറപ്പാണ്. അത്രയ്ക്കും കോൺഫിഡൻസ് ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതും കൂടെ ഞാൻ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നു. താങ്ക് യു. വീടും വെച്ചു കേട്ടോ, വാടക വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വീടും വെച്ചു. ഇപ്പം സ്കൂട്ടർ, 3ാമത്തെ സ്കൂട്ടർ വാങ്ങി. ഭർത്താവ് ഞാൻ കാറ് വാങ്ങിക്കൊടുത്തു. ആൾ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുന്നേ ചോദിക്കും, ഇവിടെ നമ്മളോട് ചോദിക്കും, എന്ത് എയിമാണ് നിങ്ങൾ ഈ വർഷം വെച്ചിട്ടുള്ളതെന്ന് നമ്മുടെ സ്റ്റാഫുകളായിട്ട് നമ്മുടെ സാർമാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വെക്കുന്ന ലക്ഷ്യം എപ്പോഴും എനിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. ചിലപ്പോൾ ഉമ്മാക്കൊരു വള, അതാണ് EMI സ്കീമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഉമ്മാക്ക് വള, മാല, മോതിരം. കാരണം ഒന്നുമില്ലാത്തൊരു ഉമ്മാനെ കുറേ സ്വർണം അണിയിച്ചിട്ട് എൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റിയത് എനിക്കൊരു സാധ്യത വന്നിട്ടാണ്. പിന്നെ അതുപോലെ പിന്നെ എന്താ പറഞ്ഞല്ലോ, കാറ് ഞാൻ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കാറിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ട് ആൾ വരുന്ന സമയത്ത് ഞാനത് നമ്മളത് ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഇനി എനിക്ക് നെക്സ്റ്റ് ഒരു ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കണം എന്നാണ്. അത് കുറേ മുമ്പേ ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് കാറായിട്ട് മാറി.
ആഗ്രഹം ആളെപ്പോഴും പറയുന്നതാ.